വീണ്ടും വാർത്തകളിലേക്ക്. തീരദേശത്ത് ക്യാപ്സിക്കം വിളഞ്ഞു. മതിലകം പഞ്ചായത്തിലെ പുന്നക്കവസാർ കിഴക്ക് ഭാഗത്ത് മൂന്നാക്കൽ റോഡിൽ തട്ടാർക്കുഴി കാതറിന്റെ വീട്ടുവളപ്പിലാണ് കൗതുകം വിടർത്തി ക്യാപ്സിക്കം മുളക് വിളഞ്ഞത്. വീടിനോട് ചേർന്ന് ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത 50ഓളം ക്യാപ്സിക്കം മുളക് ചെടിയാണ് കാലം തെറ്റി കാർഷിക ലോകത്തിന് കൗതുകം തീർത്തത്. സാധാരണയായി ക്യാപ്സിക്കം വിഭാഗത്തിൽ ഉൾപ്പെട്ട മുളക് ചെടി വേനൽക്കാലത്താണ് വിളവ് നൽകാറുള്ളത്. പക്ഷേ തട്ടാർക്കുഴി കാതറിന്റെ മികച്ച പരിപാലനവും ശ്രദ്ധയും കൊണ്ട് മുളക് ചെടിയിൽ നിന്നും മുളകുകൾ വിളഞ്ഞു തുടങ്ങി. പച്ച നിറത്തിൽ ഉണ്ട രൂപത്തിലാണ് ക്യാപ്സിക്കം മുളക്. ചില്ലി ചിക്കൻ ഉൾപ്പെടെയുള്ള കറികളിലെ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ക്യാപ്സിക്കം. പ്രകൃതിയെ സ്നേഹിക്കുന്ന കാതർ പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലാണ് തന്റെ ക്യാപ്സിക്കം മുളക് ചെടികളെയും പരിപാലിക്കുന്നത്. ഒരിക്കൽ പോലും രാസവളങ്ങളോ രാസ കീടനാശിനികളോ കാതർ ഉപയോഗിച്ചിട്ടില്ല. 60 കഴിഞ്ഞ കാതർക്ക തന്റെ ചെറിയ വീട്ടുപറമ്പിൽ വെണ്ട, തക്കാളി, ഇഞ്ചി, വിവിധ മുളകുകൾ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. 55 കഴിഞ്ഞ ഈ കർഷകന്റെ വീട്ടുവളപ്പിൽ റംബൂട്ടനും വിളഞ്ഞു നിൽക്കുന്നുണ്ട്. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഈ കർഷകന്റെ കൊച്ചു കൃഷിയിടത്തിലെ ക്യാപ്സിക്കം മുളക് കാണാൻ മതിലകം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്തിയിരുന്നു. പരിശുദ്ധ റമദാനിലെ പുണ്യനാളുകളിൽ വർണ്ണശോഭയോടെ ബദർ ദിനം. വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ശത്രുപക്ഷത്തെ അമ്പെ പരാജയപ്പെടുത്തിയ പ്രവാചക സേനയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ദിനമാണ് ബദർ ദിനം. റമദാനിലെ 17ാം രാവ് നാളിലാണ് ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നത്. ഈ ദിവസത്തെ ബദർ ദിനം അഥവാ ബദരീങ്ങളുടെ ആണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. അറേബ്യയിലെ ബദർ എന്ന സ്ഥലത്ത് വെച്ചാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. 1000-ലധികമുള്ള അവിശ്വാസികളുടെ സർവസജ്ജമായ സേനയെ കരളുറപ്പും വിശ്വാസവും കൊണ്ടാണ് 313 പേരടങ്ങുന്ന പ്രവാചകന്റെ സൈന്യം പരാജയപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ 14 പേർ ബദരീങ്ങൾ എന്ന വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധം അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ മായ്ച്ചാലും മായാത്ത അടയാളമാണ്. സൗഹൃദത്തിന്റെ പാതയിലൂടെ മുടങ്ങാതെ ഓട്ടോ തൊഴിലാളികളുടെ നോമ്പുതുറ. എസ്എൻപുരം പൊരിബസാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സൗഹൃദ നോമ്പുതുറയ്ക്ക് 4 വയസ്സ്. പൊരിബസാർ ഓട്ടോ ലാൻഡിലെ ഡ്രൈവർമാർ കുടുംബസമേതമാണ് നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത്. 4 വർഷം മുമ്പ് ഒരു കൗതുകത്തിനെന്ന പോലെ തുടങ്ങിയ നോമ്പുതുറ ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ ഒഴിച്ചുകൂടാനാകാത്ത ചര്യയാണ്. സഹപ്രവർത്തകനായ തോട്ടത്തിൽ മുഹമ്മദിന്റെ വീട്ടിലൊരുക്കിയ നോമ്പുതുറയ്ക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പൂതോട്ട് മോഹനൻ, സെക്രട്ടറി ഷെബിൻ, ഷാജി നമ്പ്യന്തറ, സുധി തറയിൽ, ഗിരീഷ്, ഷാജി പെരുവിൽ, ലത്തീഫ്, വിനയൻ, ഉണ്ണി, ഷാജി തറയിൽ, ഷാനു, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കരൂപ്പടന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയ അധ്യാപികയുടെ 3 മാസത്തെ ശമ്പളം പ്രധാനാധ്യാപിക തടഞ്ഞുവെച്ചു. അധ്യാപിക സ്കൂളിൽ തലകറങ്ങി വീണു. കരൂപ്പടന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മുൻ അധ്യാപികയും നിലവിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ നിസയാണ് സ്കൂൾ ഓഫീസിൽ ബോധരഹിതയായി വീണത്. ഇവരെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരൂപ്പടന്ന സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയ അധ്യാപികയ്ക്ക് പുതിയ സ്കൂളിൽ നിന്നും ശമ്പളം ലഭിക്കുന്നതിനാവശ്യമായ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് നൽകുവാൻ ഹെഡ്മിസ്ട്രസ് തയ്യാറായില്ലെന്നാണ് പരാതി. സ്കൂൾ ലൈബ്രറിയുടെ ചുമതല വഹിച്ചിരുന്ന നിസ ടീച്ചർ അവർ ചുമതല വഹിച്ചിരുന്ന 2011 മുതൽ 2016 വരെയുള്ള കാലയളവിലെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്തതായി മുദ്രപത്രത്തിൽ എഴുതി നൽകണമെന്ന് ആയിരുന്നു ഹെഡ്മിസ്ട്രസിന്റെ ആവശ്യം. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടയിൽ അധ്യാപിക ഓഫീസ് റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അധ്യാപികയുടെ 3 മാസത്തെ ശമ്പളം തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് MLAയും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുവെങ്കിലും ഹെഡ്മിസ്ട്രസ് വഴങ്ങിയില്ലത്രേ. ഈ വിഷയത്തിൽ പ്രധാനാധ്യാപികയ്ക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് അധ്യാപക സംഘടനകൾ. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ റീഡേഴ്സ് ഫോറത്തിന്റെയും മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വായനക്കളരി സംഘടിപ്പിച്ചു. തിരക്കഥാകൃത്ത് ജോൺ പോൾ വായനക്കളരി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതയുടെ പ്രാമുഖ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരാണ്. ഇവരെല്ലാം തെളിച്ച പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. വായനയുടെ കാലം കഴിഞ്ഞു, പുസ്തകം മരിക്കുന്നു എന്നെല്ലാം പലരും പല കാലഘട്ടത്തിലും മറുപടി കൂട്ടിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സിനിമ പ്രശസ്തമായതോടെ അതിനു മുമ്പ് റേഡിയോ കൂടുതൽ പ്രചാരം നേടിയതോടെ പുസ്തകം മരിക്കുന്നു എന്ന ആശങ്കകളുണ്ടായി. പുസ്തകം മരിച്ചില്ല. റേഡിയോ വന്നു, സിനിമ വന്നു, ടെലിവിഷൻ വന്നു, ഒരുപാട് മേഖലകൾ വന്നു. പക്ഷെ പുസ്തകം മരിക്കുന്നില്ല. ഒരുപക്ഷെ വായനയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്ന വഴികൾ മാറി വരുന്നുണ്ടാകാം. പ്രിൻസിപ്പാൽ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൽ സലാം, ഡോക്ടർ KP സുമേധൻ, ഡോക്ടർ മുരളീകൃഷ്ണൻ, ഡോക്ടർ VR ജയലക്ഷ്മി, ഡോക്ടർ M രഞ്ജിത്ത്, KP ഫിർദൌസ്, സ്റ്റെഫി ജോസഫ്, അസിം സാലിഹ് തുടങ്ങിയവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ.
സ്കൂളുകളിലും പഞ്ചായത്തുകളിലും യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തൃശൂർ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.